ദാഹിക്കുന്നേൽ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഇരിപ്പുണ്ടേടാ. അവൻ ആക്രാന്തത്തോടെ വെള്ളം കുടിക്കുന്നത് കണ്ടതും അയാൾ പറഞ്ഞു, ഏയ് ഇത് പണ്ടു തൊട്ടേയുള്ള ഒരു ശീലമാണ് ചേട്ടാ. വീട്ടിൽ നിന്നും എപ്പോഴേലും മാറി നിൽക്കേണ്ടി വന്നാൽ അമ്മ കരിങ്ങാലിയിട്ട് തിളപ്പിച്ചു വെച്ചേക്കുന്ന 1-2 കുപ്പി വെള്ളം കയ്യിൽ കരുതും. എന്നിട്ട് വീടോ വീട്ടുകാരെയോ മിസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരിറക്ക് വെള്ളം അങ്ങ് കുടിക്കും. അതോടെ എൻ്റെ ഹോം സിക്നസ്സിന് താൽക്കാലിക ശമനമുണ്ടാകും. അവൻ പറയുന്നതൊക്കെ കേട്ട് എന്തോ സംശയം തോന്നിയ ബിനീഷേട്ടൻ തോളിൽ തൂക്കിയിരുന്ന ബാഗ് നിലത്തേക്ക് ഊരി വെച്ച് സിബ് തുറന്നു നോക്കി. അതിനുള്ളിൽ 1 ലിറ്റർ അളവിലുള്ള 10ഓളം കുപ്പികളിൽ ഇളം ചുവപ്പ് നിറത്തിലുള്ള കരിങ്ങാലി വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അയാളുടെ കണ്ണു തള്ളിപ്പോയി. ദൈവമേ, 10 ബോട്ടിലോ? കരിങ്ങാലി വെള്ളവും തൂക്കി ചെന്നൈക്ക് വരാൻ നിനക്കെന്താടാ, പ്രാന്താണോ? അയാളുടെ ചോദ്യം കേട്ട് റാം ഉറക്കെ ചിരിച്ചു. 2 ബെഡ്റൂമും ഒരു കിച്ചണും ചെറിയ ഹാളും ഒരു കോമൺ ബാത്റൂമും അടങ്ങുന്ന ഒതുങ്ങിയ ഒരു ഫ്ലാറ്റായിരുന്നു അത്. ഹാളിലെ ഉള്ള സ്ഥലത്തായി ഒരു സോഫയും ചെറിയ ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാളിലെ തന്നെ ഷെൽഫിലായി അറിയപ്പെടുന്ന എല്ലാ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോയും നിരത്തി വെച്ചിരുന്നു. ബെഡ്റൂമുകളിൽ ഒന്നിന് ഒരു നീളൻ ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടെ നിന്നാൽ മുന്നിലെ തെരുവ് മൊത്തമായി കാണാം. ദേ, ആ കാണുന്നതാ നിന്റെ മുറി. ബാൽക്കണിയുള്ള മുറി കാട്ടി ബിനീഷേട്ടൻ പറഞ്ഞു. ആഹാ, അടിപൊളി. ബാൽക്കണിയുള്ള റൂം കിട്ടിയ സന്തോഷത്തിൽ റാം ബാഗുമെടുത്ത് മുറിയിലേക്ക് കയറിയതും മുറിയുടെ ഭിത്തിയിൽ മുഴുവനും പല നിറത്തിലുള്ള പേപ്പറുകളിൽ എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. മാത്രവുമല്ല, തുണികൾ വയ്ക്കുന്ന ഷെൽഫിൽ ഒരുപാട് വസ്ത്രങ്ങളും കുത്തിത്തിരുകി വെച്ചിരുന്നു. ഇവിടെ വേറെ ആരാണുള്ളത്? റാം തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എടാ, നിന്നെപ്പോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനിയനും ഇവിടെ നിന്ന് ബികോം പഠിക്കുന്നുണ്ട്, കിരൺ. ഇപ്പോൾ കക്ഷി നാട്ടിൽ വരെ പോയേക്കുവാ, ഉടനെ വരും. ആള് ലേശം അരപ്പിരിയ. എന്തായാലും നിനക്ക് ചേരും. നാട്ടിൽ ഇതിനു മാത്രം കോളേജുകൾ ഉണ്ടായിട്ടും ബികോം ഒക്കെ ചെന്നൈയിൽ വന്ന് പഠിക്കുന്നോ? അപ്പോൾ അരപ്പിരിയല്ല, മുഴുപ്പിരിയ. അപ്പോൾ പിന്നെ വേറെ ഫിലിം സ്കൂളൊക്കെ നാട്ടിലുണ്ടായിട്ടും നീ ഇവിടെ തന്നെ സിനിമ പഠിക്കാൻ വന്നതോ? ഹിഹി, അത് പിന്നെ ഞാൻ സിനിമ മാത്രമല്ലല്ലോ, ഇവിടുത്തെ ആളുകളുടെ ലൈഫ് പഠിക്കാനും അതൊക്കെ ഒരു കഥയാക്കി എഴുതാനും കൂടിയല്ലേ വന്നേ, റാം ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ലൈഫ് പഠിക്കുന്ന കൂട്ടത്തിൽ തലതെറിക്കാനും പറ്റിയ ബെസ്റ്റ് സ്ഥലമാ ചെന്നൈ. മര്യാദയ്ക്ക് നിന്ന ഞാനും മര്യാദയ്ക്കാ. അനിയൻ്റെ കൂട്ടുകാരനാണെന്നോ കഥയെഴുത്തുകാരനാണെന്നോ ഒന്നും നോക്കൂല. അടുക്കളയിൽ ചപ്പാത്തി പലക ഇരിപ്പുണ്ട്. എന്തേലും അലമ്പിന് പോയാൽ തലമണ്ട അടിച്ചു ഞാൻ പൊട്ടിക്കും, കേട്ടല്ലോ. എന്തായാലും നീ പോയി ഫ്രഷ് ആയിട്ട് വാ, താഴത്തെ കടയിൽ പോയി വല്ലതും കഴിക്കാം. ബിനീഷേട്ടൻ സ്വന്തം മുറിയിലേക്ക് നടന്നുപോയി.